സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ കഥ, ആ അവിശ്വസനീയമായ മാറ്റം നമുക്കൊന്ന് നോക്കിയാലോ. ബ്രിട്ടീഷുകാർ പോയപ്പോ ഇന്ത്യയുടെ അവസ്ഥ ഇതായിരുന്നു. ശരിക്കും ഒരു തകർന്ന തറവാട്. അന്ന് ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്നത് 4 വലിയ വെല്ലുവിളികളായിരുന്നു. ശരിക്കും പർവ്വതം പോലുള്ളവ. ശൂന്യമായ ഖജനാവ്, വിഭജനത്തിന്റെ മുറിവ്, ഇവ ഓരോന്നും രാജ്യത്തെ തകർക്കാൻ പോണതായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു രാജ്യം കെട്ടിപ്പടുക്കണം. പക്ഷേ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ. വിഭജനം രാജ്യത്തെ രണ്ടായി മുറിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. 560-ലധികം നാട്ടുരാജ്യങ്ങൾ. ചിന്തിച്ചു നോക്കൂ, ഇതിനെയെല്ലാം എങ്ങനെ ഒന്നാക്കും? അതിനെല്ലാം പുറമെ 100-ൽ 12 പേർക്ക് മാത്രം എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. പക്ഷേ ആ തകർച്ചയിൽ നിന്നാണ് ഇന്ത്യയുടെ വിജയഗാഥ തുടങ്ങുന്നത്. ആദ്യത്തെ യുദ്ധം പട്ടിണിക്കെതിരെ. ഭക്ഷണം ഇറക്കുമതി ചെയ്തിരുന്ന നമ്മൾ ഇന്ന് ലോകത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു. പട്ടിണി മാറ്റിയ ശേഷം അടുത്ത ലക്ഷ്യം അറിവായിരുന്നു. സാങ്കേതികവിദ്യയുടെ ലോകത്തേക്കുള്ള ഒരു കുതിപ്പ്. പിന്നീട് വന്ന IT വിപ്ലവം കണ്ടോ? ഇന്ന് ലോകത്തിന്റെ ബാക്ക് ഓഫീസായി ഇന്ത്യ മാറി. അതേസമയം ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു. ലക്ഷ്യം ബഹിരാകാശം. സൈക്കിളിൽ തുടങ്ങിയ യാത്ര ഇന്ന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെത്തി നിൽക്കുന്നു. എന്തൊരു നേട്ടം! പിന്നാലെ വന്നത് ഡിജിറ്റൽ യുഗമാണ്. ചിതറിക്കിടന്ന ഒരു രാജ്യത്തെ ഇത് ഒന്നാക്കി. നോക്കൂ, ആ രാഷ്ട്രീയ ഐക്യം ഡിജിറ്റൽ സാമ്പത്തിക ശക്തിക്ക് എങ്ങനെ വഴിയൊരുക്കിയെന്ന്. ഇന്ന് നമ്മുടെ UPI മോഡൽ വലിയ രാജ്യങ്ങൾ പോലും പഠിക്കുകയാണ്. അതാണ് ഇന്ത്യയുടെ വളർച്ച. പട്ടിണി കിടന്ന് തകരും എന്ന് പലരും പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഈ വിജയത്തിനു പിന്നിൽ എന്തായിരുന്നു? ജനാധിപത്യം, ശാസ്ത്രം, പിന്നെ നമ്മുടെ ജനങ്ങളുടെ കഠിനാധ്വാനം. അപ്പോ 75 വർഷം കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചെങ്കിൽ അടുത്ത 25 വർഷം കൊണ്ട് നമ്മൾ എവിടെയെത്തും?